അങ്ങ് ഏറ്റവും ഒടുവിൽ പറഞ്ഞതായി ഇപ്പോൾ ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, ഈ തൃശ്ശൂർ പൂരമടക്കമുള്ള സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അങ്ങ് നടത്തിയൊരു നിരീക്ഷണം, CPM-ന് വലിയ രീതിയിൽ BJP അവിടെ വളരുന്നതിന് അനുകൂലമായ ഘടകമൊരുക്കാൻ സാധിച്ചു. ഇതൊരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിന് പിന്നിൽ ചില അന്തർധാരകളുണ്ട്. താങ്കൾ എന്നോടും അത് സൂചിപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിടയിൽ തന്നെ. പക്ഷേ അത് ഇത്ര കണ്ട് ശക്തമായി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ താങ്കളും ആ ഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയൊരു അന്തർധാരയുണ്ട് എന്നുള്ളത് അങ്ങ് അന്ന് പറഞ്ഞത് അതേ നിലപാടിൽ തന്നെയാണോ താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? അതിന് എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളതെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നവുമില്ലേ ശ്രീ കെ മുരളീധരൻ? തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഈ തെളിവിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യമാണ്, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു ഉത്സവം നടക്കുമ്പോൾ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹോത്സവം നടക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി വിചാരിച്ചാൽ ആ സംവിധാനത്തിനെ അട്ടിമറിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്മീഷണർ ഈ തീരുമാനമെടുത്ത് ആ തീരുമാനം അദ്ദേഹം സ്വേച്ഛാധിപത്യപരമായി നടപ്പാക്കിയപ്പോൾ അതിനെ തടയിടാൻ ബാധ്യസ്ഥരായ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ മൗനം പാലിച്ചു. മാത്രമല്ല, ഇതുപോലത്തെ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സാധാരണ ഉണ്ടാവേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞ് പൂരം കലങ്ങിയതിന് ശേഷമാണ് കമ്മീഷണർ മാറ്റുന്നു എന്ന് പറഞ്ഞത്. അത് മാറ്റിയത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് മാറ്റിയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കാര്യം ഈട് നമ്മളെ സംസാരത്തിൻ്റെ ഒന്നും ടേപ്പൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ എന്നാലും പ്രാഥമികമായി നോക്കുമ്പോൾ ഈ അന്തർധാര തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് BJP-യുടെ വിജയത്തിന് സഹായിച്ചത്. അതായത് മുഖ്യമന്ത്രി അത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മൗനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു ഉത്സവത്തിന് തടസ്സം ഉണ്ടാകുമ്പോൾ എന്ത് പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇടപെടാൻ അന്ന് അദ്ദേഹം തയ്യാറായില്ല? അത് തന്നെയാണ് ഈ അന്തർധാരയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് പറയുന്നതല്ല, പരാജയത്തിന് മുമ്പ് തന്നെ ഞാൻ ചില സൂചനകൾ നൽകിയിരുന്നു. ആ സൂചനകൾ അനുസരിച്ചുള്ള റിസൾട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ ഇലക്ഷനിൽ തോൽക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാരണം പറയും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിനുള്ള ആ ഒരു 46 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് എന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഈ രീതിയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ശ്രീ കെ മുരളീധരൻ, ഈ താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ്, ഒരു അന്തർധാര എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ റീസണാണ്. പക്ഷേ